കാണാനില്ല എന്ന പരാതിക്ക് മറുപടിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാർലമെന്റിലുണ്ട് എന്ന് തീയതി സഹിതം സുരേഷ് ഗോപി ഫേസ്ബുക്ക് കുറിപ്പോടെ വ്യക്തമാക്കി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ സുരേഷ് ഗോപിയെ പിന്തുണച്ച് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി. ഇടത് വലതു മുന്നണികൾക്ക് സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ജയം അംഗീകരിക്കാനാകാത്ത മാനസികാവസ്ഥയാണ് എന്നാണ് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് വിമർശനം. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ആദ്യം ഈ സുരേഷ് ഗോപി പാർലമെന്റിലുണ്ട്, അദ്ദേഹം രാജ്യസഭയിലെയും ലോക്സഭയിലെയും ഒക്കെ എന്തോ ചില മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നു എന്നറിയിക്കുന്ന ചിത്രം ഉൾപ്പെടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് നമ്മൾ കണ്ടു. അതിനപ്പുറത്തേക്ക് ഈ വിവാദങ്ങൾ, ഇപ്പോൾ തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ആരോപണം ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ വന്നതാണല്ലോ ആ വിവാദം. അതുൾപ്പെടെ സമീപ ദിവസങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കേണ്ടതായി വന്ന പല വിഷയങ്ങളിലും മൗനം പാലിക്കുന്നു എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു സൂചന ഈ കുറിപ്പിൽ കാണാനില്ല അല്ലേ? വിജയകുമാർ, തീർച്ചയായും സുപ്രധാനമായ രണ്ട് വിഷയങ്ങളാണ് തൃശ്ശൂർ അല്ലെങ്കിൽ സുരേഷ് ഗോപി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഒന്ന്, നേരത്തെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം. ആ വിവാദത്തിൽ തൃശ്ശൂരിൽ നിന്നുള്ള ചില ക്രൈസ്തവ പുരോഹിതന്മാർ ഞങ്ങൾ തൃശ്ശൂരുകാർ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല, അദ്ദേഹത്തെ കണ്ടെത്തണമെങ്കിൽ ഇനി പോലീസിൽ അറിയിക്കണമെന്ന ആശങ്ക പങ്കുവയ്ക്കുന്ന തരത്തിൽ ഫേസ്ബുക്ക് കുറിപ്പുകൾ ഇട്ടിരുന്നു. രണ്ടാമത്തെ കാര്യം, വോട്ട് വിവാദം, തൃശ്ശൂരിലെ വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ഗോപിയെ കാണാനില്ല, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു. അതിൻ്റെ മറുപടി സുരേഷ് ഗോപി നൽകുന്നത് ഫേസ്ബുക്കിലൂടെയാണ്. അതായത് ഇന്നേ ദിവസത്തെ തീയതി സഹിതം ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിപ്പിട്ടുകൊണ്ട് താൻ പാർലമെന്റിലുണ്ട് എന്ന് സുരേഷ് ഗോപി അറിയിക്കുകയാണ്. തൻ്റെ കൂടി മന്ത്രാലയമായ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ് താൻ. അത് രാജ്യസഭയിലേക്ക് അടുത്ത ദിവസങ്ങൾ വരുന്ന ചർച്ചയുടെ ഭാഗമായി ഈ മുതിർന്ന ഉദ്യോഗസ്ഥരെ കാണുകയാണ് എന്ന തരത്തിലൊരു ഫേസ്ബുക്ക് കുറിപ്പാണ് സുരേഷ് ഗോപി ഇട്ടിരിക്കുന്നത്. അതിൽ തീയതിയുണ്ട്, ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഉയർന്നു വന്ന വിവാദത്തിൽ സുരേഷ് ഗോപി തൻ്റെ പ്രതികരണങ്ങൾ നടത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട മറുപടി സുരേഷ് ഗോപിക്ക് യാതൊന്നും തന്നെ ഇല്ല എന്ന് ഇതിൽ നിന്ന് വായിച്ചെടുക്കാനാകും. അത് മാത്രമല്ല, ഈ വിഷയങ്ങൾ നമ്മൾ BJP സംസ്ഥാന നേതൃത്വത്തോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ തേടിയിരുന്നു. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃത്യമായി മറുപടി പറയാൻ BJPയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ പുരോഹിതന്മാർ ഇങ്ങനെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടല്ലോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഒഴിഞ്ഞു മാറുകയാണ് BJP ചെയ്തത്. ആ തരത്തിൽ രണ്ടു തട്ടിൽ നിൽക്കുകയാണ്. സുരേഷ് ഗോപി താൻ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു, BJP സംസ്ഥാന നേതൃത്വം അത് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അപ്പോഴും ഈ വിവാദങ്ങളിൽ സുരേഷ് ഗോപിക്ക് ഒരു രാഷ്ട്രീയ പ്രതികരണം നടത്താൻ ഇനിയും സാധിച്ചിട്ടില്ല. വിജയകുമാർ. യെസ്, അതേസമയം അലക്സ്, ഇതിൽ ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ ഒരു പ്രതികരണം കൂടി സുരേഷ് ഗോപിയെ പിന്തുണച്ചുകൊണ്ടും വലിയ പ്രതിരോധം തീർത്തുകൊണ്ടും കെ സുരേന്ദ്രൻ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന BJP ഘടകം ഇപ്പോഴത്തെ നേതൃത്വത്തെക്കാൾ ശക്തമായി സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നത് കെ സുരേന്ദ്രനും അദ്ദേഹത്തോടൊപ്പം ഉള്ളവരുമാണ് എന്ന സൂചന നൽകാനാണോ ഈ ശക്തമായ പ്രതികരണം ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്? വിജയകുമാർ, നിസ്സംശയം പറയാം. കാരണം കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്താണ് സുരേഷ് ഗോപി ലോക്സഭയിൽ നിന്ന് ആദ്യമായി BJP ഒരു അക്കൗണ്ട് തുറക്കുന്നത്. സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്, ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു, അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നതും അതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായി കെ സുരേന്ദ്രന് തന്നെയാണ്. അത് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനുള്ളിലെ ബലാബലം പരീക്ഷിക്കൽ കൂടിയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് കെ സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നത്. സുരേഷ് ഗോപി ഇത്ര കണ്ട് പിന്തുണച്ച BJP സംസ്ഥാന അധ്യക്ഷനോ സംസ്ഥാന നേതൃത്വമോ തൃശ്ശൂരിലെ ഈ വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല എന്നത് കൂടി എടുത്തു വായിക്കേണ്ടതുണ്ട്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിർബാധിക പിന്തുണ സുരേഷ് ഗോപിക്ക് നൽകുന്നു. പൂർണ്ണമായി സുരേഷ് ഗോപിയെ പിന്തുണച്ചുകൊണ്ട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിടുന്നത്. ഇടതു വലതു മുന്നണികൾക്ക് സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ ജയം അംഗീകരിക്കാനാകാത്ത മാനസികാവസ്ഥയെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. പൂരം കലക്കിയാണ് ജയിച്ചതെന്ന ആരോപണം ആദ്യഘട്ടത്തിൽ ഉയർത്തി. അത് ജനങ്ങൾ അവജ്ഞതയോടെ തള്ളിക്കളഞ്ഞതിനു പിന്നാലെയാണ് ഈ വോട്ട് ചേർക്കൽ ആരോപണവുമായി LDF UDF മുന്നണികൾ ഇറങ്ങിയിരിക്കുന്നത്. സുരേഷ് ഗോപി ജയിച്ചത് 3.25 ലക്ഷത്തിലധികം വോട്ട് ഭൂരിപക്ഷം നേടിയാണ്. VS സുനിൽകുമാറിന്റെ ബൂത്തിലും അന്തിക്കാട് പഞ്ചായത്തിലും വരെ സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തതെന്ന് കെ സുരേന്ദ്രൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 7-6 നിയമസഭാ മണ്ഡലങ്ങളിലും സമഗ്രമായ ലീഡാണ് സുരേഷ് ഗോപി നേടിയത്. കോൺഗ്രസുകാർ തന്നെ തോൽപ്പിച്ചുവെന്ന് പറഞ്ഞത് UDF സ്ഥാനാർത്ഥി കെ മുരളീധരനാണ്. അതിന്റെ പേരിൽ ജോസ് വെള്ളൂരിനെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് നീക്കം ചെയ്യുകയും ചെയ്തു. CPIയിലും CPMലും സമാനമായ സംഘടനാ നടപടികളുണ്ടായി. അടിസ്ഥാന ഹിന്ദു വോട്ടുകൾ BJPക്ക് പോയതുകൊണ്ടാണ് തൃശ്ശൂരിൽ അവർ ജയിച്ചതെന്നും 20% വോട്ട് പിടിച്ചതെന്നും പറഞ്ഞ CPM സംസ്ഥാന സമ്മേളനമാണ്. ഇതെല്ലാം മറന്നിട്ട് തോറ്റു തുന്നം പാടിയിട്ടും ജനങ്ങളെ പല്ലിളിച്ച് കാണിക്കുകയാണ് LDFും UDFും എന്ന നിശ്ചിത വിമർശനമാണ് കെ സുരേന്ദ്രൻ നടത്തുന്നത്. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.